കൊച്ചി വൈറ്റിലയിൽ റെയിൽവേ ട്രാക്കിനടുത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം. കൊലപാതകമെന്നാണ് സംശയം. മരിച്ചത് കോട്ടയം സ്വദേശിയെന്നാണ് സൂചന. മൃതദേഹത്തിനടുത്തു നിന്ന് കണ്ടെത്തിയ ഫോണിലെ സിം കാർഡ് കോട്ടയം സ്വദേശിയുടേതാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, എവിടെയോ കൊന്നു, അതിനുശേഷം റെയിൽവേ പാളത്തിനടുത്തുകൊണ്ട് വെച്ചു എന്നത് തന്നെയല്ലേ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പോലീസ്? വിപിൻ. അതെ അഷ്മി, ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു വിലയിരുത്തലും ഇപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഈ വൈറ്റില മേൽപ്പാലത്തിന് തൊട്ട് താഴെയുള്ള റെയിൽവേ ട്രാക്ക്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തായിട്ടായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ റെയിൽവേ പാളത്തിൽ തലവെച്ചു എന്നുള്ള നിലയ്ക്ക് ആ ഒരു രീതിക്കായിരുന്നു ഈ മൃതദേഹം കണ്ടത്. ഏകദേശം ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടി ഈ ട്രാക്കിലൂടെ പോയിരുന്ന ഒരു ലോക്കോ പൈലറ്റ് അത് കാണുകയും ആ സമയത്തുണ്ടായിരുന്ന ട്രെയിനിലെ ലോക്കോ പൈലറ്റ് കാണുകയും പിന്നീട് RPF-നെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് ഉൾപ്പെടെയുള്ളവർ അതിരാവിലെ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. അപ്പോൾ ഈ സ്ത്രീയുടെ മൃതദേഹം കടന്നിരുന്നത് റെയിൽവേ പാളത്തിന് തലവെച്ചു എന്നുള്ള നിലയ്ക്കായിരുന്നു. അപ്പോൾ മറ്റെവിടെ നിന്നോ കൊലപ്പെടുത്തിയതിന് ശേഷം അത് ഒരു ആത്മഹത്യയാണ് അല്ലെങ്കിൽ ട്രെയിനിൽ തലവെച്ചതാണ് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. എന്നാൽ ആ മൃതദേഹം കൊണ്ടുവച്ചിട്ടുള്ള ആ ഒരു റെയിൽവേ ട്രാക്ക് അതിലൂടെ ട്രെയിൻ പോകുന്നതല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാരണം. അതൊരു റിലീസ് ട്രാക്ക് ആയിരുന്നു. അതിലൂടെ ട്രെയിൻ സഞ്ചരിക്കുന്ന ഒരു ട്രാക്ക് അല്ല. പക്ഷേ അവിടെയായിരുന്നു ആ രീതിയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഒരു സ്ത്രീയുടെ മുഖത്ത് പരിക്കേറ്റ പാടുകളുണ്ട്, ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി പോലീസ് ഇപ്പോൾ പറയുകയാണ്. അവരുടെ അടുത്ത് നിന്ന് ഒരു ഫോൺ ലഭിച്ചിട്ടുണ്ട്. ആ ഫോണിലെ പ്രാഥമിക പരിശോധനയിലാണ് ഒരു സിം ലഭിച്ചത്. ഇപ്പോൾ കോട്ടയത്തുള്ള ഒരു പേരിലാണ്. അപ്പോൾ കോട്ടയം സ്വദേശിയാണ് എന്നുള്ളത് പ്രാഥമിക വിവരം കൂടിയാണ്. ഈ രീതിയിൽ ഇതപ്പോൾ ഇതിലൂടെ എപ്പോഴും ട്രെയിൻ പോകുന്ന ഒരു മേഖല കൂടിയാണ്. മറ്റൊന്നുള്ളത്, ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് കൂടി പറയണം. ഇത് മേൽപ്പാലത്തിന് താഴെ വിജനമായ കുറേ സ്ഥലമാണ്. ഇവിടെ മറ്റ് വെളിച്ചങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒപ്പം ഏറെ വൈകിയും ഒരുപാട് പേർ ഈ ഭാഗങ്ങളിലൊക്കെ വന്ന് ഇരുന്ന് സംസാരിക്കുന്ന ഒക്കെയുണ്ട്. പലപ്പോഴുമായിട്ട് പോലീസൊക്കെ ഈ ഭാഗങ്ങളിൽ വരികയും ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അത് കൊലപാതകമാണെന്ന് ഏകദേശം ഒരു 90% പോലീസ് പറയുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഈ ഭാഗത്ത് വെച്ചിട്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ കൂടി നടക്കുന്നുണ്ട് ആഷ്മി. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. മരട് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് മരിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇനി വരുന്ന മണിക്കൂറിൽ തന്നെ വ്യക്തത വരികയും ചെയ്യും ആഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.